പലപ്പോഴും യൂട്യൂബ് വീഡിയോകളിൽ ഹാസ്യാത്മകമായ രംഗങ്ങൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ അവസാനം ഒരു ചിരി ഇങ്ങനെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതാണ് അരുൺകുമാർ. നമുക്ക് ലോക പ്രശസ്തി ആർജിച്ച അരുൺകുമാറിൻ്റെ ജീവിതചരിത്രം. അരുൺകുമാർ ഇപ്പോൾ SLC പാസ്സായി എന്നൊരു കഥ സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. അരുൺകുമാറിൻ്റെ ചിരി നിങ്ങളെല്ലാവരും ലോകം മുഴുക്കെ പ്രശസ്തമാണ്. ഏതൊരു കോമഡി കഴിഞ്ഞാലും അവസാനം അരുൺകുമാറിൻ്റെ ഒരു ചിരി ഉണ്ടാവും. അരുൺകുമാർ എന്ന ബാലൻ 4ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. ദാരിദ്ര്യം കാരണം. മുംബൈയിലാണെന്നാണ് എൻ്റെ അറിവ്. മുംബൈയിൽ വളരെ ദാരിദ്ര്യം കാരണം ബാല്യവേല എന്ന് പറയുന്ന രീതിയിൽ ലോറിയിൽ ക്ലീനറായിട്ടൊക്കെ പോകേണ്ടി വന്ന അരുൺകുമാറിൻ്റെ കഥ നമ്മളെല്ലാം കരളിലിരിക്കുന്ന കഥയാണ്. ലോറി തുടച്ചും ലോറിയുടെ കൂടെ ക്ലീനറായി പോയി ഒക്കെ എങ്ങനെ ജീവിച്ചു വരികയും അദ്ദേഹം നെഹ്റു എന്ന് പറഞ്ഞ ലോറി ഓണറും അതുപോലെ ലോറി ഡ്രൈവറും ഒക്കെ ആയ ഒരാളുടെ കൂടെ കൂടുകയാണ് ഉണ്ടായത്. അരുൺകുമാർ ഇങ്ങനെ നെഹ്റുവുമായിട്ട് പോകുന്ന സമയത്ത് നെഹ്റു ലോറി ഡ്രൈവറാണ്. അദ്ദേഹത്തിൻ്റെ ലോറിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നിഷ്കളങ്കമായ ചില തമാശകൾക്കൊക്കെ അദ്ദേഹം ചിരിക്കുന്നതെല്ലാം ഈ നെഹ്റു ഷൂട്ട് ചെയ്തിടും. അത് ലോറി ഡ്രൈവറുടെ പേര് നെഹ്റു എന്നാണ്. അദ്ദേഹം ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഈ നമ്മളിപ്പോൾ കാണുന്ന ഇപ്പോൾ പല യൂട്യൂബിലും ഹാസ്യാത്മക പരിപാടികൾക്ക് ശേഷം കാണുന്ന ഇദ്ദേഹത്തിൻ്റെ ചിരി എന്ന് പറഞ്ഞത് ഒരിക്കലൊരു ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം നിഷ്കളങ്കമായി ചിരിക്കുന്നത് കണ്ടു. അദ്ദേഹം എന്തോ ഒരു കോമഡി പറഞ്ഞപ്പോൾ നിഷ്കളങ്കമായി പൊട്ടിച്ചിരിക്കുന്നു. നമ്മളെല്ലാം ചിരിപ്പിക്കുന്നതാണ് അരുൺകുമാറിൻ്റെ ചിരി. ഈ ചിരിയുടെ ഒരു 15 സെക്കൻഡ് വീഡിയോ എടുത്ത് അദ്ദേഹം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. അത് ലോക പ്രശസ്തമായി. ഇൻസ്റ്റഗ്രാമുകളിലും ഫേസ്ബുക്കുകളിലും എല്ലാം അത് പ്രശസ്തമായി. ലോകം മുഴുക്കെ അരുൺകുമാറിനെ അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ആ അരുൺകുമാറിൻ്റെ പടമാണ് പലപ്പോഴും എടുത്ത് നമ്മൾ ഒരു കോമഡി രംഗങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തിട്ട് അദ്ദേഹം ചിരിക്കുന്നതായിട്ട് കാണും. അദ്ദേഹത്തെ ഈ നെഹ്റു ഇങ്ങനെ കൂടെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യം, വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എഴുത്തും വായനയും ഒക്കെ 4ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയതിനാൽ എഴുത്തറിയത്തില്ല, വായന അറിയത്തില്ല. അദ്ദേഹം നെഹ്റു എന്ന് പറഞ്ഞ ലോറി ഡ്രൈവർ, സാധാരണ ഒരു ഡ്രൈവറാണ്. അദ്ദേഹം ഒരു തീരുമാനം എടുത്ത് ഇവനെ എഴുത്തും വായനയൊക്കെ പഠിപ്പിക്കുക. അദ്ദേഹം ലോറിയിലൊക്കെ പോകുന്ന സമയങ്ങളിൽ പല സ്ഥലങ്ങളിലും ഫ്രീ ആയിട്ടൊക്കെ കിട്ടുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് എഴുത്ത്, വായന ഇതെല്ലാം അരുൺകുമാറിനെ പഠിപ്പിച്ചു. അവസാനം SLC എഴുതിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഈ 18 വയസ്സ് അരുൺകുമാറിൻ്റെ പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ അരുൺകുമാർ SLCയും പാസ്സായി. അക്ഷരാഭ്യാസമുള്ള ഒരു വ്യക്തിയായി. ലോകത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം ശ്രദ്ധ നേടിയെങ്കിലും അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും അറിയത്തില്ല എന്നുള്ളതൊക്കെ വളരെ തീരാ ദുഃഖമായിരുന്നു. അദ്ദേഹം ഒരു ചെറിയൊരു ലോറി ഡ്രൈവറാണെങ്കിൽ പോലും സാമൂഹ്യ കമ്മിറ്റ്മെൻറ്റോടുകൂടി ഇങ്ങനൊരു പ്രവർത്തനം ചെയ്തപ്പോൾ അരുൺകുമാർ ലോകപ്രശസ്തി ആർജിക്കുകയും ചെയ്തു. അപ്പോൾ അരുൺകുമാർ അക്ഷരജ്ഞാനവും കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ തൊഴിലാളി, മുതലാളി അല്ലെങ്കിൽ ഉടമ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളോടൊക്കെ പെരുമാറുന്നത്. നമ്മുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യനെ എത്രത്തോളം ഉന്നതിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതിൻ്റെ ചെറിയ ഉദാഹരണമാണ്. അത് നെഹ്റു എന്ന് പറഞ്ഞ ലോറി ഡ്രൈവർക്ക് എന്ത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വരാനാണ് സാധാരണ. പക്ഷേ എന്നാൽ നമ്മൾ പഠിച്ചു വരുന്നും അല്ലെങ്കിൽ ഒരുപാട് വിദ്യാഭ്യാസമുള്ളതൊക്കെ അനുമാനിക്കുന്ന നമുക്ക് നെഹ്റു ഒരു വലിയ മാതൃകയാണ്. നമ്മളോടൊപ്പം കൂടെ കൂടുന്നവരെ നമ്മൾ സന്തോഷിപ്പിക്കുകയും അവരുടെ ജീവിതത്തിന് ഒരു താങ്ങായും തണലായും ഒക്കെ നിൽക്കുമ്പോൾ ഈ നെഹ്റു ഒരു വലിയൊരു മോഡലാണ്. അദ്ദേഹത്തിൻ്റെ 10ാം ക്ലാസ് പാസ്സായെന്നുള്ളത് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചുകൊണ്ട്